ഹലോ, എല്ലാവർക്കും കുഞ്ഞൂസ് 293 മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം, അത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനിയും അപേക്ഷിക്കാത്ത കർഷകരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് 2018-2019 കാലയളവിൽ ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. 2000 രൂപ വെച്ച് 3 തവണകളായി ആകെ 6000 രൂപയാണ് ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് വർഷത്തിൽ ലഭിക്കുന്നത്. ഈ കാണുന്നതാണ് അതിന്റെ അപേക്ഷാ ഫോം. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നത് നമുക്ക് നോക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ടത് pmkisan.gov.in എന്ന സൈറ്റ് വഴി ഓൺലൈനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കുടുംബത്തിലെ ഒരു കർഷകന് മാത്രമേ ഈ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കുടുംബം എന്നത് ആ കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും അടങ്ങുന്നതാണ്. 2 ഹെക്ടറിൽ കവിയാതെ കൃഷിഭൂമി കൈവശമുള്ള കർഷക കുടുംബത്തിനാണ് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത്. അപേക്ഷിക്കുന്ന കർഷകന്റെ സ്വന്തം പേരിൽ തന്നെ 2018 മുതൽ കൃഷിഭൂമി ഉണ്ടായിരിക്കണം. അപേക്ഷയുടെ ഒപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്താണെന്ന് പരിശോധിക്കാം. 2018-2019 കരമടച്ച രസീതിന്റെ പകർപ്പ്, അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഉള്ള പുതിയ കരമടച്ച രസീതിന്റെ പകർപ്പ്, ആധാർ, റേഷൻ കാർഡ് ഇതിന്റെ രണ്ടിന്റെയും പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി. ആധാറുമായി ലിങ്ക് ചെയ്ത ഫോണും രജിസ്ട്രേഷൻ സമയത്ത് ആവശ്യമാണ്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പൂരിപ്പിച്ച അപേക്ഷ ഈ കാണുന്ന രേഖകളുടെ പകർപ്പ് സഹിതം നിങ്ങളുടെ പരിധിയിൽ വരുന്ന കൃഷിഭവനിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. നിങ്ങളുടെ അപേക്ഷ കൃഷിഭവനിൽ നിന്ന് പരിശോധിച്ച് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിച്ചു തുടങ്ങും. ആനുകൂല്യത്തിന് അർഹതയില്ലാത്തത് ഒന്ന് പരിശോധിക്കാം. ഒരു കുടുംബത്തിലെ ഭാര്യയുടെ പേരിലും ഭർത്താവിന്റെ പേരിലും വസ്തു ഉണ്ടെങ്കിലും അതിലെ ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കർഷക കുടുംബത്തിലെ ഒന്നിലധികം ആൾക്കാർ ഇത് അപേക്ഷിച്ചാൽ അത് നിരസിക്കുന്നതാണ്. നിലവിലുള്ളതും മുമ്പുള്ളതുമായിട്ടുള്ള മന്ത്രിമാർ, ലോകസഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ, മേയർമാർ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലും ഓട്ടോണമസ് സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച് പ്രതിമാസം 10,000 രൂപയോ അതിൽ കൂടുതലോ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവർക്കും സാധിക്കുന്നതല്ല. ക്ലാസ് 4 ജീവനക്കാർക്കും ഇത് ബാധകമല്ല. അവസാന അസസ്മെന്റ് വർഷം ഇൻകം ടാക്സ് അടച്ചവർക്കും ഇത് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. പ്രൊഫഷണൽ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, ആർക്കിടെക്ട്, ചാർട്ടേഴ്സ് അക്കൗണ്ടന്റ് തുടങ്ങിയ നിയമാനുസൃതമായ രജിസ്റ്റർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. PM കിസാനായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായും റിപ്ലൈ തരുന്നതാണ്. എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ടാറ്റാ.